നമുക്കൊരു സംശയം വരും, എന്താണ് ഈ ധൈര്യം? ആക്ച്വലി വാട്ട് ഈസ് കറേജ്? തിന്മയെ, സഹനത്തെ നീ ഭയക്കുന്നതിന് മുകളിൽ നന്മയെ ആഗ്രഹിക്കുന്നതിൻ്റെ പേരാണ് തൻ്റെ ഇടം. ധൈര്യം. അങ്ങനെ ഒരു ധൈര്യമാണ് നമുക്ക് വേണ്ടത്. ആർക്കാണ് ഇവിടെ ഭയമില്ലാത്തത്? പക്ഷെ ഭയത്തിനു മുകളിൽ നന്മയെ, ദൈവത്തെ വയ്ക്കുമ്പോഴാണ്, പ്രതിഷ്ഠിക്കുമ്പോഴാണ് നമ്മൾ ധൈര്യശാലികളാകുന്നതെന്ന് തിരിച്ചറിയുക. ഒത്തിരി അന്ധവിശ്വാസങ്ങൾ, ദുരാചാരങ്ങൾ, അക്രമങ്ങൾ ഉള്ള സ്ഥലമാണ് ഈജിപ്ത്. ആ ഈജിപ്തിലേക്ക് തൻ്റെ പ്രിയപ്പെട്ടവളെയും തൻ്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് യൗസേപ്പ് നടന്നു കയറണമെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അസാധ്യമായ ധൈര്യമുണ്ടായിരുന്നു. ദൈവത്തിൽ നോട്ടം പതിപ്പിച്ചവനെ ഭയപ്പെടുത്താൻ ഈ ഭൂമിയിൽ എന്തിനാണ് കഴിയുന്നത്? ആർക്കും ഒന്നിനും യൗസേപ്പിനെ പേടിപ്പിക്കാൻ കഴിയില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നീ, ഈ 33 ദിവസത്തെ യാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നീ ഒത്തിരി ഭയപ്പാടുകളുടെ നടുക്കാണെങ്കിൽ യൗസേപ്പ് പിതാവ് നമുക്ക് പറഞ്ഞു തരികയാണ്, ഇറ്റ്സ് ഹിം, ഇറ്റ്സ് ജീസസ്, ഡോണ്ട് ഫിയർ. നിന്റെ സഹനമുഖത്ത്, നിന്റെ ആ കണ്ണീരിൻ്റെ നേരത്ത് കർത്താവ് കൂടെയുണ്ട്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യൗസേപ്പ് പിതാവിൻ്റെ പക്കൽ നമ്മൾ നടത്തുന്ന പ്രതിഷ്ഠയുടെ 19ാമത്തെ ദിവസം. യൗസേപ്പ് പിതാവിൻ്റെ സുഹൃതങ്ങളെ ലളിതമായി ധ്യാനിച്ച് നമ്മൾ നടത്തുന്ന യാത്ര. ഇന്നലെ യൗസേപ്പ് പിതാവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചത് യൗസേപ്പ് പിതാവിൻ്റെ വിവേകത്തെയായിരുന്നു, പ്രൂഡൻസ്. 18ാമത്തെ ദിവസം. ഇന്ന് 19ാം ദിവസം നമ്മൾ ചിന്തിക്കുന്നത് ധീരനായ യൗസേപ്പിനെ കുറിച്ചാണ്. ധീരനായ യൗസേപ്പ്, സെയിൻറ്റ് ജോസഫ് ദ കറേജിയസ് വൺ. യൗസേപ്പ് ധൈര്യശാലിയാണ്, ധീരനാണ്. അതിനെക്കുറിച്ച് സെൻറ്റ് ബ്രിജിറ്റ് ഓഫ് സ്വീഡൻ പറയുന്ന കാര്യം, യൗസേപ്പ് പിതാവ് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ്, ഡെഡ് ടു ഫ്ലഷ് ആൻഡ് വേൾഡ്. അതായത് ലോകത്തിനും ജഡത്തിനും യൗസേപ്പ് മരിച്ചു കഴിഞ്ഞു. ഡെഡ് ടു ഫ്ലഷ് ആൻഡ് വേൾഡ്, that he desired nothing but the things of heaven. എന്നുവെച്ചാൽ സ്വർഗത്തിലുള്ളവ മാത്രം ആഗ്രഹിക്കുന്ന വിധത്തിൽ ലോകത്തിനും ജഡത്തിനും മരിച്ചു കഴിഞ്ഞവനാണ് യൗസേപ്പ്. അപ്പോൾ അത് ഇപ്പോൾ പറയേണ്ട കാര്യം എന്താ? അത് തന്നെയാണ് യൗസേപ്പിൻ്റെ ധൈര്യത്തിൻ്റെ കാരണം. സ്വർഗത്തിലുള്ളതിനെ മാത്രം ആഗ്രഹിക്കുന്ന ഒരാൾ, ലോകത്തിന് ജഡത്തിന് മരിച്ചു കഴിഞ്ഞ ആൾക്ക് പിന്നെ ധൈര്യമായിരിക്കും, ഇമ്മൻസ് എമൗണ്ട് ഓഫ് കറേജ് ആയിരിക്കും. അതായത് ഹി ഡിസൈർഡ് നത്തിങ് ബട്ട് ദ തിങ്സ് ഓഫ് ഹെവൻ. യൗസേപ്പ് പിതാവ് സ്വർഗത്തിലുള്ളതല്ലാതെ മറ്റൊന്നും ആഗ്രഹിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം, യൗസേപ്പ് താതൻ്റെ ജീവിതം മുഴുവനായിട്ട് ഇറ്റ് വാസ് എൻറ്റയർലി ഓഫേർഡ് ഫോർ ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ സ്വർഗത്തിലുള്ളതിലേക്ക്, ദൈവികമായതിലേക്ക് നോട്ടമുറച്ച വ്യക്തിയായിരുന്നു യൗസേപ്പ്. യൗസേപ്പ് ഈശോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ ശിഷ്യനായിരുന്നു മറിയം കഴിഞ്ഞാൽ. ശിഷ്യൻ എന്ന് വെച്ചാൽ ആ 12 പേരുടെ ലിസ്റ്റിനകത്തല്ല ഉൾപ്പെടുത്തേണ്ടത്, മറിച്ച് ഈശോയുടെ ഏറ്റവും നല്ല അനുയായിയായിരുന്നു യൗസേപ്പ്. ആര് കഴിഞ്ഞാൽ? മറിയം കഴിഞ്ഞാൽ. ഈശോയുടെ സംശയലേശമന്യേ ഏറ്റവും നല്ല അനുയായി, ഏറ്റവും നല്ല ഫോളോവർ മറിയമാണ്. മറിയത്തിൻ്റെ പിന്നാലെ ഈശോയെ ഏറ്റവും അധികം അനുഗമിക്കുന്നത് യൗസേപ്പ് പിതാവാണ്. ഈ ഡിസൈപ്പിൾഷിപ്പിന്, അങ്ങനെ കർത്താവിനെ അടുത്ത് അനുഗമിക്കണമെങ്കിൽ എന്ത് കൂടിയേ തീരൂ? അവിടെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നത്. ഇപ്പം നിങ്ങൾ ഓർക്കും, ഇതെന്തിനാണ് ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞു വരുന്നത്? നമ്മൾ പറഞ്ഞത് യൗസേപ്പ് ഉന്നതത്തിലുള്ളവയെക്കുറിച്ചായിരുന്നു, സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച്, ദൈവിക കാര്യങ്ങളെക്കുറിച്ചായിരുന്നു കൺസേൺ. യൗസേപ്പ് ഈശോയുടെ ഏറ്റവും നല്ല അനുയായിയായിരുന്നു മറിയം കഴിഞ്ഞാൽ. എന്നിട്ട് നമ്മൾ പറയുകയാണ്, ഈശോയുടെ അനുയായിയാകാൻ എന്ത് കൂടിയേ തീരൂ? ഈശോയുടെ നല്ല അനുയായിയാകാൻ, അത് ആ കാലത്തും ഈ കാലത്തും ഈശോയുടെ ഏറ്റവും നല്ല അനുയായിയാകാൻ ധൈര്യം കൂടിയേ തീരൂ. കാരണം എല്ലാം സുഖകരം എന്ന രീതിയിൽ പോകുമ്പോൾ കർത്താവിൻ്റെ അനുയായിയാകുക എളുപ്പമാണ്. പക്ഷേ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, ആ നേരത്തും കർത്താവിൻ്റെ അനുയായിയായി നിൽക്കാൻ, പ്രതികൂല സാഹചര്യങ്ങളിൽ ഇടറാതെ വീഴാതെ നിൽക്കാൻ ധൈര്യമുണ്ടാകണം. യൗസേപ്പിന്
ഹി ഓൾവേസ് ഹാഡ് ദാറ്റ് കറേജ്. യൗസേപ്പ് പിതാവിന് എപ്പോഴും ആ ധൈര്യം, ആ തൻ്റെ ഇടം ഉണ്ടായിരുന്നു. യൗസേപ്പ് പിതാവിന് ധൈര്യമുണ്ട്, യൗസേപ്പ് ധീരനാണ്, ധൈര്യശാലിയാണെന്ന് തന്നെ പിന്നെയും പറയുമ്പോൾ നമുക്കൊരു സംശയം വരും, എന്താണ് ഈ ധൈര്യം ആക്ച്വലി? വാട്ട് ഈസ് കറേജ്? എന്താണ് ഈ ധൈര്യം? അതിൻ്റെ ഒരു വിശദീകരണം വായിച്ചു തരാം. അത് ഇംഗ്ലീഷിൽ വായിക്കാം. കുറച്ച് പേരൊക്കെ എന്നോട് വെച്ചാൽ ഇംഗ്ലീഷിൽ പറയാതിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഇംഗ്ലീഷിൽ പറയുന്നത് നല്ലതാണെന്ന് പറയുന്ന ഒരു വിഭാഗം, നിങ്ങളപ്പോൾ ഓർക്കേണ്ടത്, രണ്ട് കൂട്ടരും ചേർന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കട്ടെ. ഇംഗ്ലീഷിൽ പറയുന്നതൊക്കെ ഞാൻ മലയാളത്തിലും പറയുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു പോകുന്നു, അസ്വസ്ഥരാകേണ്ട, നമുക്കതും കേട്ട് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. ടു ബി കറേജിയസ് മീൻസ് ടു ലവ് ദ ഗുഡ് മോർ ദാൻ യു ഫിയർ ഈവിൾ ആൻഡ് സഫറിങ്. To be courageous means to love the good more than you fear evil and suffering. തിന്മയെ, സഹനത്തെ നീ ഭയക്കുന്നതിന് മുകളിൽ, അതിനോടുള്ള ഭയത്തിൻ്റെ മുകളിൽ നന്മയെ ആഗ്രഹിക്കുന്നതിൻ്റെ, ആ നന്മയെ പുൽകുന്നതിൻ്റെ പേരാണ് തൻ്റെ ഇടം, ധൈര്യം. ധൈര്യം, അങ്ങനെ ഒരു ധൈര്യമാണ് നമുക്ക് വേണ്ടത്. ആർക്കാണ് ഇവിടെ ഭയമില്ലാത്തത്? പക്ഷെ ഭയത്തിനു മുകളിൽ നന്മയെ, ദൈവത്തെ വയ്ക്കുമ്പോഴാണ്, പ്രതിഷ്ഠിക്കുമ്പോഴാണ് നമ്മൾ ധൈര്യശാലികളാകുന്നതെന്ന് തിരിച്ചറിയുക. യൗസേപ്പ് ധീരനായിരുന്നു എന്ന് പറയാൻ ഇഷ്ടംപോലെ കാരണങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ധീരനായതുകൊണ്ടല്ലേ യൗസേപ്പ് ഈജിപ്തിലേക്ക് പോയത്. നമ്മൾ സുവിശേഷം വായിച്ചു പോകുമ്പോൾ ഇങ്ങനെ യൗസേപ്പ് ഈജിപ്തിലേക്ക് പോയി എന്നൊക്കെ എളുപ്പത്തിൽ അങ്ങ് വായിക്കുകയാണ്. അത് അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. കഴിഞ്ഞ വർഷത്തെ കുറേ പേര്, നമ്മുടെ ടീം അംഗങ്ങൾ പറയുമായിരുന്നു, കുറേ പേര് ഫീഡ് മൈ ഷീപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ട് പ്ലേലിസ്റ്റ്, കഴിഞ്ഞ വർഷത്തെ 10 ടോക്കുകൾ ഒരുമിച്ചുള്ള പ്ലേലിസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് എന്നോട് ഇങ്ങനെ അറിയിച്ചു. നല്ല കാര്യം. അപ്പോൾ അതിനകത്ത് ആദ്യ ഭാഗത്തെ ടോക്കുകളിൽ ഒന്നിൽ നമ്മൾ പറയുന്നുണ്ട്, യൗസേപ്പ് ചെറുപ്പമാണെന്ന്. യൗസേപ്പ് ചെറുപ്പമാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ നമ്മൾ പറയുന്ന പല ആർഗ്യുമെൻറ്റ്സിൽ യൗസേപ്പ് പിതാവ് ചെറുപ്പമാണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പം നിങ്ങൾക്കൊക്കെ അത് നന്നായിട്ട് അറിയാം. സംശയമുള്ളവർ ആ ടോക്ക് പോയി കണ്ടാൽ മതി. അതിനകത്ത് യൗസേപ്പ് ചെറുപ്പമാണെന്നുള്ളതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ, അതിനെ സാധൂകരിക്കാൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആർഗ്യുമെൻറ്റ്സിൽ ഒന്ന്, ഓൾഡ് പീപ്പിൾ, ഓൾഡ് മെൻ വോണ്ട് വാക്ക് ടു ഈജിപ്ത്. വൃദ്ധർ ഈജിപ്തിലേക്ക് നടക്കാറില്ല എന്നതാണ്. വൃദ്ധർ ഈജിപ്തിലേക്ക് നടക്കാറില്ല. അതുപോലെ തന്നെയാണ് വൃദ്ധർ ഈജിപ്തിലേക്ക് നടക്കാറില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമുക്ക് പറയാം, ഭീരുക്കൾ ഈജിപ്തിലേക്ക് പോകില്ല. ഭീരുക്കൾ ഈജിപ്തിലേക്ക് പോകില്ല. കാരണം ഒന്ന്, ഇസ്രായേലിൻ്റെ സഹനത്തിൻ്റെ പീഡകളുടെ ഓർമ്മയുടെ മണ്ണാണ് ഈജിപ്ത്. ഇപ്പോഴും ഈജിപ്ത് ഈ പറയുന്ന സമയത്തും വെടിപ്പായൊരു സ്ഥലമല്ല. വിജാതീയ ദേവതകളെ പൂജിക്കുന്ന, ഒത്തിരി അന്ധവിശ്വാസങ്ങൾ, ദുരാചാരങ്ങൾ, അക്രമങ്ങൾ ഉള്ള സ്ഥലമാണ് ഈജിപ്ത്. ആ ഈജിപ്തിലേക്ക് തൻ്റെ പ്രിയപ്പെട്ടവളെയും തൻ്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് യൗസേപ്പ് നടന്നു കയറണമെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അസാധ്യമായ ധൈര്യമുണ്ടായിരുന്നു. അസാധ്യമായ ധൈര്യമുള്ള ഒരാൾക്കാണ് അതിന് സാധിക്കുന്നത്. കാരണം യൗസേപ്പിനെ ഭയപ്പെടുത്താൻ ഈജിപ്തിനോ ഈജിപ്ത് നിവാസികൾക്കോ കഴിയില്ല. കാരണം യൗസേപ്പ് കണ്ണുറപ്പിച്ചിരിക്കുന്നത് ഉന്നതങ്ങളിലാണ്. ദൈവത്തിൽ നോട്ടം പതിപ്പിച്ചവനെ ഭയപ്പെടുത്താൻ ഈ ഭൂമിയിൽ എന്തിനാണ് കഴിയുന്നത്? ആർക്കും ഒന്നിനും യൗസേപ്പിനെ പേടിപ്പിക്കാൻ കഴിയില്ല. ഈ യൗസേപ്പിനോട് നമ്മൾ ബന്ധത്തിലായിരിക്കുമ്പോൾ യൗസേപ്പ് പിതാവ് നമ്മളെ ധൈര്യം പഠിപ്പിക്കും. ഈ കാലത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടതാണ് ധൈര്യം. യൗസേപ്പ് പിതാവ് ഈ ധൈര്യത്തിൻ്റെ പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരും. യൗസേപ്പ് പിതാവ് പഠിപ്പിക്കുന്ന ആദ്യത്തെ കാര്യം റോമ 8:31 നമ്മളെ ഇങ്ങനെ യൗസേപ്പ് പിതാവിൻ്റെ കളരിയിൽ പിടിച്ചിരുത്തിയിട്ട് ധൈര്യത്തിൻ്റെ ലെസൺസ് എടുക്കുന്ന നേരത്ത് യൗസേപ്പ് പിതാവ് ബൈബിള് തുറന്നു വെച്ച്, ഇന്നത്തെ കാലത്ത് ഇതിൽ വിഷ്വലൈസ് ചെയ്യാം, ബൈബിള് തുറന്നു വെച്ച് നമ്മളെ അടുത്തിരുത്തി പഠിപ്പിക്കുന്ന ധൈര്യത്തിൻ്റെ പഠിപ്പീര് നൽകുമ്പോൾ ആദ്യം പഠിപ്പിക്കാൻ സാധ്യതയുള്ളത് റോമ 8:31 ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരു നിൽക്കും? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരു നിൽക്കും? റോമ 8:31. അത് തന്നെയാണ് യൗസേപ്പിൻ്റെ ധൈര്യത്തിൻ്റെ പിറകിലെ രഹസ്യം. കർത്താവ് കൂടെയുണ്ട്, പിന്നെന്തിനാണ് ഭയപ്പെടുന്നത്? കർത്താവ് നിൻ്റെ ടീമിലുണ്ടെങ്കിൽ പിന്നെ നീ ഏത് എതിരാളിയാണ് ഭയപ്പെടുന്നത്? ഇനിയും മത്തായി സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. മത്തായി
14:27 ഈശോ തന്നെ പറയുന്ന ഒരു വാക്യമുണ്ട്. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. ഡോണ്ട് ഫിയർ, ഇറ്റ്സ് മീ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നീ, ഈ 33 ദിവസത്തെ യാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നീ ഒത്തിരി ഭയപ്പാടുകളുടെ നടുക്കാണെങ്കിൽ യൗസേപ്പ് പിതാവ് നമുക്ക് പറഞ്ഞു തരികയാണ്, ഇറ്റ്സ് ഹിം, ഇറ്റ്സ് ജീസസ്, ഡോണ്ട് ഫിയർ. നിന്റെ സഹനമുഖത്ത്, നിന്റെ ആ കണ്ണീരിൻ്റെ നേരത്ത് കർത്താവ് കൂടെയുണ്ട്. നീ പേടിച്ചു വിറച്ചിരിക്കുന്ന നേരത്ത് കർത്താവ് കൂടെയുണ്ട്. റോമ 8:31 കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഇനി എന്തിനെയാണ്, ആരെയാണ് നീ ഭയപ്പെടുന്നത്? പ്രിയമുള്ളവരെ, യോഹന്നാൻ സുവിശേഷം 16:33. യോഹന്നാൻ സുവിശേഷം പതിവില്ലാതെ നമ്മൾ സാധാരണ മാർഗത്തിൻ്റെ എപ്പിസോഡിലാണ് കൂടുതലും ബൈബിൾ വെച്ച് പഠിക്കുന്നത്. എന്നാലും ഇന്ന് ഇതിങ്ങനെ പഠിപ്പിക്കണമെന്ന് തോന്നി. യോഹന്നാൻ 16:33 നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളാണ്. ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഈ ധൈര്യത്തെ, യൗസേപ്പ് പിതാവ് ധീരനാണ്, ധൈര്യശാലിയാണ്, യൗസേപ്പിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ധൈര്യത്തിൻ്റെ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഈശോയുമായി ബന്ധപ്പെടുത്തി അതിങ്ങനെ പറഞ്ഞ് ഈ 19ാമത്തെ ദിവസം നമ്മൾ പൂർത്തിയാക്കുമ്പോണ്ടല്ലോ, നമ്മളെല്ലാവരും ഇന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, പൊതുവേ നമ്മൾ ഇന്ന് ക്രിസ്ത്യാനികൾ ഭീരുക്കളായി പോകുന്നു. നമ്മുടെ ഭീരുത്വത്തെ മറയ്ക്കുകയാണ് നമ്മുടെ നയതന്ത്രജ്ഞത വഴി. നമ്മുടെ ഡിപ്ലോമസി പലപ്പോഴും നമ്മുടെ ഫിയറിനെ മാസ്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമായിട്ട് മാറിപ്പോകുന്നു. ധൈര്യം നമുക്കെവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നു. അതൊരു സമൂഹമായും കുടുംബമായും വ്യക്തിയായും നമ്മുടെ കുട്ടികളുടെ ഇടയിലൊക്കെ ധൈര്യം, തൻ്റെ ഇടം, മുന്നിട്ടിറങ്ങാൻ, ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ. ഫിയർ ഈസ് ദ ഗൈഡിങ് ഫാക്ടർ ദീസ് ഡേയ്സ്. ഫിയർ ഈസ് ബിക്കമിങ് ദ ഡ്രൈവിംഗ് ഫോഴ്സ്. ഇന്ന് നമ്മളെ നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഭയമായിട്ട് മാറുന്നു. അരുത്. ക്രിസ്ത്യാനി, കർത്താവിനെ അനുഗമിക്കുന്നവൻ, യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടുന്നവൻ ഭയപ്പെടരുത്. ഇറ്റ്സ് മീ. കർത്താവ് പറയുന്നു, ഞാനാണ്, ഭയപ്പെടാതിരിക്കുക. ഭയം മൂലം വലയുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവജനങ്ങൾ, അവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. അവരോട് പറ, ഭയപ്പെടാതിരിക്കുക, കർത്താവ് കൂടെയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ലുത്തേനിയ ചൊല്ലി പാടി പ്രാർത്ഥിച്ച്, ഒപ്പം സാധിക്കുന്നവർ ഈ പറഞ്ഞ വൃദ്ധർ ഈജിപ്തിലേക്ക് നടക്കാറില്ലെന്ന് പറഞ്ഞ ആ ഭാഗവും നിങ്ങൾ വീഡിയോ പഴയത് കാണാൻ പറ്റുമെങ്കിൽ കണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ ഭയം മൂലം വലയുന്ന, എന്തിനെയൊക്കെയോ പേടിച്ച് ജീവിക്കുന്ന എല്ലാവരെയും യൗസേപ്പ് പിതാവിൻ്റെ വലിയ മാധ്യസ്ഥ്യത്തിന് വിട്ടുകൊടുത്ത് പ്രതിഷ്ഠാജപം ചൊല്ലി പ്രാർത്ഥിക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള പ്രതിഷ്ഠാ പ്രാർത്ഥന. ഓ ഏറ്റവും വന്ധ്യനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ ബഹുമാനത്തിനായി ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങെപ്പോഴും എൻ്റെ പിതാവും സംരക്ഷകനും രക്ഷയുടെ പാതയിൽ എൻ്റെ വഴികാട്ടിയും ആയിരിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ വലിയ നിർമ്മലതയും ആന്തരിക ജീവിതത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹവും എനിക്കായി വാങ്ങിത്തരണമേ. അങ്ങയുടെ മാതൃക പിന്തുടർന്ന് മിശിഹായുടെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടും ചേർന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ പുണ്യ മരണത്തിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.